വലതുകരം ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 5 തിരുവചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം ഉറക്കെന്ന് പറഞ്ഞ് സങ്കീർത്തന പുസ്തകം 34 അധ്യായം 5 തിരുവചനം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ സൗഖ്യാരാധനയുടെ അത്ഭുതങ്ങൾ കേരള സഭയിൽ ഈ നാടുകളിൽ കണ്ടതൊക്കെ നമ്മുടെ കൺകുളിർക്കെ കണ്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നും യേശുക്രിസ്തു ജീവിക്കുന്നു. ദിവ്യകാരുണ്യ സൗഖ്യനാഥൻ ഇന്നും അപ്പത്തിന്റെ രൂപത്തിൽ മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ നാടുകളിൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേരള സഭയുള്ള ഓരോ മക്കൾക്കും അറിയാം. ഈ അടുത്ത നാളുകളിൽ കേരള സഭയെ സംഭവിച്ച ഈ ദിവ്യകാരുണ്യ സൗഖ്യ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന്റെ അധരത്തിലേക്ക് പരിശുദ്ധ കുർബാന വെച്ചു കൊടുത്തപ്പോൾ അത് മാംസമായി മാറിയത് നമ്മുടെ ഈ ദിനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ഡാനിയൽ ഫാസ്റ്റിംഗിൽ നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യാൻ പോകുന്ന ഭാഗം ഇതാണ്. വിശ്വസ്തയോടുകൂടെ ഡാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ 21 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. നമുക്കും വേണ്ട ഒരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത്. അവിശ്വസ്തതയാണല്ലോ അതിന് എതിരായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ വിശ്വസ്തയോടുകൂടിയുള്ള ജീവിതം ഓരോ ദൈവ പൈതലിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ഓരോരുത്തരും വചനം പറയുന്നത്? വിശ്വസ്തയുടെ കവചം ധരിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓരോ ദൈവ പൈതലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ വിശ്വസ്തത എത്രമാത്രമുണ്ട്? 4 മേഖലകളിലാണ് ഇന്ന് നമ്മുടെ വിശ്വസ്തതയെ നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും എനിക്ക് വിശ്വസ്തതയുണ്ടാവണം. 2, എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് വിശ്വസ്തതയുണ്ടാവണം. 3, എൻ്റെ ജീവിത അന്തസ്സിനോട് എനിക്ക് വിശ്വസ്തതയുണ്ടാവണം. 4, എൻ്റെ ഉത്തരവാദിത്തങ്ങളോട്, എൻ്റെ ജോലിയോട് എനിക്ക് വിശ്വസ്തതയുണ്ടാവണം. ഈ വിശ്വസ്തത ദൈവം നമ്മൾ ആഗ്രഹിക്കുക. ഡാനിയേലിന്റെ പ്രത്യേകത എന്താ? ഡാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ 21 ദിവസം വിശ്വസ്തതയോടുകൂടെ ഉപവാസം പ്രഖ്യാപിച്ചു. എങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വസ്തതയുടെ ജീവിതമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. എൻ്റെ വിശ്വസ്തത എങ്ങനെയുണ്ട്? ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വിശ്വസ്തത, എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ വിശ്വസ്തത, എൻ്റെ ജീവിത അന്തസ്സ്, ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത, ഒരു സമർപ്പിത എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത, കുടുംബ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ വിശ്വസ്തത എത്രമാത്രമുണ്ട്? ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകരുമകൾ എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത എങ്ങനെ പോകുന്നു? 4-ാമത്തെ വിശ്വസ്തതയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. എന്ത് ഉത്തരവാദിത്തം ആയിക്കൊള്ളട്ടെ, ടീച്ചർ ആയിക്കൊള്ളട്ടെ, ഡോക്ടർ ആയിക്കൊള്ളട്ടെ, നേഴ്സ് ആയിക്കൊള്ളട്ടെ, അക്കൗണ്ടന്റ് ആയിക്കൊള്ളട്ടെ, വാട്ട് മേ ബി, എൻ്റെ വിശ്വസ്തത എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വിശ്വസ്തത. എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടത്? നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാനാവുമോ? എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ വാക്കുകളാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാവട്ടെ, ഒന്നും ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദൈവ പൈതലിനും ഇങ്ങനെ ചിന്തയുണ്ടാവണം, ബോധ്യം ഉണ്ടാവണം. ഞാനൊരു കാര്യം അവിശ്വസ്തയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് ഒരുപാട് വേദനിക്കും. എൻ്റെ ചിന്ത കാരണം, എൻ്റെ പ്രവൃത്തി കാരണം, എൻ്റെ വാക്ക് കാരണം എൻ്റെ ദൈവത്തിന് ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ,
അവിടെ ഞാൻ അവിശ്വസ്തയോടുകൂടിയാണ് ജീവിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് നോക്കി. ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ ആയിരക്കണക്കിന് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അമ്മ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയാ, ഈ ലഹരിയിൽ നിന്ന് മോചനം കിട്ടണം. 21 ദിവസം ഞാൻ ഡാനിയൽ ഫാസ്റ്റിംഗിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവം 21 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ മകന് ആ ലഹരിയുടെ പിടിയിൽ നിന്നും മോചനം കൊടുത്തില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? എൻ്റെ ദൈവം ഇത് കാലതാമസം വരുത്തി കഴിഞ്ഞാലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, ഒരു പ്രതിസന്ധി വന്നു, ദൈവത്തോടൊരു കാര്യം ചോദിച്ചു, പക്ഷേ ദൈവം അത് നിറവേറ്റി തന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും, വിശ്വസ്തയോടുകൂടെ ജീവിക്കും. ഇതാ പ്രിയപ്പെട്ട മക്കളെ, ദൈവം വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എല്ലാം നിറവേറണമെന്നില്ല, എന്നിരുന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും, ആ ദൈവത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കും. ദൈവത്തിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ വാക്കായിക്കൊള്ളട്ടെ, എൻ്റെ ചിന്തയായിക്കൊള്ളട്ടെ, എൻ്റെ പ്രവൃത്തിയായിക്കൊള്ളട്ടെ, എൻ്റെ ദൈവത്തിനെ വേദനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്യാത്ത എന്നുള്ള ബോധ്യത്തോടു കൂടെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കലാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കല. നമ്മൾ എങ്ങനെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയോ അതാണ് ദൈവത്തോടുള്ള വിശ്വസ്തത. വിട മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിന്റെ ഫലം, എന്നാൽ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നതോ അതാണ് നിന്റെ ശക്തി. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നെട്ടോട്ടം ഓടുക. അവിടെയാണ് മദർ തെരേസ പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിന്റെ ബലം, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ നീ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നുണ്ടോ അതാണ് നിന്റെ ശക്തി. ഈ നാളുകളിൽ ഞാൻ കാണുക, ജെറുസലേം ധ്യാന കേന്ദ്രം ഈ വെള്ളം കയറി ഇങ്ങനെ കിടക്കുന്നൊരു സമയം, ഈ സമയത്ത് ക്ലീനിങ് ആരംഭിച്ചു. ഞാൻ കാണുക ചില വ്യക്തികൾ ഈ ദിവസങ്ങളിലൊക്കെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും വന്ന് അവർ ക്ലീൻ ചെയ്തു പോകുന്നുണ്ട്. അവരൊരു പക്ഷേ ആ കഞ്ഞി കൊടുക്കുന്ന ആ സ്ഥലം വന്ന് ക്ലീൻ ചെയ്തു പോകുന്നത്, ആ ഒരു ചുറ്റുപാടും അത്രയും ഭാഗം മാത്രം അവരെത്രയോ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ആ സ്ഥലം മുഴുവൻ ക്ലീൻ ചെയ്തു പോകുന്നത് കാണുക. ചെറിയൊരു കാര്യമായിരിക്കും, വലിയ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. ചില വ്യക്തികളൊക്കെ വീടുകളിൽ നിന്ന് കാറിൻ്റെ അകത്ത് ചൂലും അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്ന സാധനമില്ലേ, അതൊക്കെ കൊണ്ടുവന്ന് അവർ ആ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, വലിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നത് നിന്റെ ഫലമെന്ന് മദർ തെരേസ നമ്മെ ബോധ്യപ്പെടുത്തിയ. ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയാം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ എന്നതുപോലെ നാം കാണുന്നു, പക്ഷേ ഒരു ദിവസം നാം ദൈവത്തെ മുഖാമുഖം ദർശിക്കും. എന്നാ നമ്മൾ ദൈവത്തെ മുഖാമുഖം ദർശിക്കുക. ആ സമയത്ത് ദൈവം നിന്നെ നോക്കിക്കൊണ്ട് പറയണം, നല്ലവനും വിശ്വസ്തരുമായ ഭൃത്യ, നല്ലവനും വിശ്വസ്തരുമായ ശുചി, നല്ലവനും വിശ്വസ്തരുമായ ഓരോരുത്തരും പേര് വിളിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് പറയണം. അല്ലാതെ എന്നെക്കുറിച്ച് എന്തെന്ന് പറയാ, ഇവരെല്ലാം അവിശ്വസ്തയോടുകൂടെ ചെയ്ത കാപ്പട്യം നിറഞ്ഞ മനസ്സായിരുന്നു. അതല്ല, കർത്താവിന്റെ വചനം പറയുക, ആ അന്തിമ ദിവസത്തിൽ നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വസ്തതയെ നോക്കിക്കൊണ്ട് കർത്താവിന് പറയാൻ സാധിക്കണം, ഇതാ നല്ലവനും വിശ്വസ്തരുമായ ഭൃത്യ. ഹല്ലേലൂയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ഈ വിശ്വസ്ത പുലർത്തുമ്പോൾ കർത്താവ് നിന്നെ വിളിക്കും. എന്തെന്നാ വിളിക്കുക? നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ.
ഇതുപോലെ തന്നെ നിന്റെ കുടുംബത്തോടുള്ള വിശ്വസ്ത നീ പുലർത്തുമ്പോൾ ദൈവം തന്നെ വിളിക്കും. എന്തെന്ന് വിളിക്കുക? നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യൻ. നിന്റെ ജീവിതാന്തസ്സിന് അനുയോജ്യമായ ജീവിതം അത് വിശ്വസ്തയോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവം നിന്നെ വിളിക്കും. എന്ന് അന്നേ ദിവസം എന്തെന്ന് വിളിക്കുക? നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യൻ. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ത് ഉത്തരവാദിത്വമായിക്കൊള്ളട്ടെ, അതിന്റെ വിശ്വസ്തയോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവം അന്ത്യ ദിവസത്തിൽ നിന്നെ നോക്കിക്കൊണ്ട് പറയും. എന്തെന്ന് പറയുക? നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യൻ. ഇന്ന് നമ്മൾ നോക്കണം, എന്നെ നോക്കിക്കൊണ്ട് എന്റെ ദൈവത്തിന് പറയാൻ സാധിക്കുകയോ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ? ഈ സമയം എന്റെ അവസ്ഥ എന്താ? ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എന്റെ വിശ്വസ്തത, എന്റെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത, എന്റെ കുടുംബത്തിന് ഉത്തരവാദിത്വങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത, ഇതുപോലെ തന്നെ എൻ്റെ ഓരോ മേഖലകളിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുള്ള വിശ്വസ്തത. ഇവിടെ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യായി എന്ന് എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് യേശുമിശിഹായ്ക്ക് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷേ വിശ്വസ്തതയില്ല. പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, എന്നാൽ വിശ്വസ്തതയില്ല. ഒരമ്മ കുടുംബത്തിൽ അമ്മയുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയാ. ഒരപ്പൻ തൻ്റെ കുടുംബത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പൻ എന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രാർത്ഥനയുണ്ട്, വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ്ലിഹായെ കുറിച്ച് ഒരു മൂവിയുണ്ട്, നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പീറ്റർ ദ റിഡംപ്ഷൻ എന്നാണ് ആ മൂവിയുടെ പേര്. അതിനകത്ത് കാണാൻ സാധിക്കും, കർത്താവ് യേശുമിശിഹായെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് ഈ സമയത്ത് കോഴി കൂവുന്നേക്കാൾ മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് കർത്താവ് പറയുക. ഈ സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, ഞാൻ പറയില്ല എന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ പത്രോസ് ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം ഇതാ തള്ളി പറയുക. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ് കരയാൻ തുടങ്ങി. അനുതാപത്തിന്റെ കണ്ണുനീര് പത്രോസിന്റെ കണ്ണുകളിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. എന്നാൽ ഈ പത്രോസിന്റെ ആ കണ്ണീര് കർത്താവ് കാണുന്നുണ്ട്. അവന്റെ അനുതാപത്തിന്റെ ഹൃദയം കർത്താവ് കാണുന്നുണ്ട്. ഇതിനുശേഷം ഈ പെന്തക്കോസ്ത ദിനത്തിൽ പത്രോസ് അവിടെയുണ്ട്. അന്നേ ദിവസം ഇതാ പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരെല്ലാവരുടെ മേലും വന്നു നിൽക്കുക. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പിന്നീട് കാണാൻ സാധിക്കും, ഘോരഘോര പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. വലിയ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ പത്രോസിന്റെ പ്രസംഗം കേട്ട് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ പത്രോസിനെ പട്ടാളക്കാര് പിടിച്ചുകൊണ്ട് പോയി കാരാഗ്രഹത്തിലാക്കി. ഈ പട്ടാളക്കാര് ഈ പത്രോസിനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിലാക്കിയപ്പോഴും പിന്നീട് പത്രോസിന്റെ അധരത്തിൽ അത് ഒറ്റ കാര്യം മാത്രമേ വരുന്നുള്ളൂ, കർത്താവ് യേശുമിശിഹ. അവിടെ പട്ടാളക്കാര് ഈ ജയിലറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട്. അവരോടും കർത്താവ് യേശുമിശിഹായെ കുറിച്ച് പറയാനാ പത്രോസിന് സാധിക്കുന്നുള്ളൂ. പത്രോസിന് അവർ ഏതൊക്കെ രീതി പീഡിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, ഞെരുക്കാൻ സാധിക്കുന്നുണ്ടോ, പത്രോസിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിരുന്നാലും പത്രോസ് പുഞ്ചിരിച്ചുകൊണ്ട് അവർ കർത്താവ് യേശുമിശിഹായെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, അവസാനം രാജാവ് ചക്രവർത്തി എന്താ ചെയ്തതെന്നറിയോ? പത്രോസിനെ കൊല്ലാൻ വേണ്ടി വിളംബരം പ്രഖ്യാപിച്ചു. പത്രോസിനെ ഈ പട്ടാളക്കാര് കൊല്ലാൻ പോവുക. പത്രോസിനെ വലിച്ചുകൊണ്ട് ഈ പട്ടാളക്കാര് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് എതിരെ വരുന്നു തൻ്റെ ഗുരുവിനെ പത്രോസ് കാണുക. ഗുരുവിനെ, യേശുവിനെ പത്രോസ് കാണുക. പത്രോസും യേശുവും മുഖാമുഖം ദർശിക്കുമ്പോൾ യേശു പത്രോസിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പത്രോസ് കർത്താവ് യേശുവിനോട് പറയുന്നുണ്ട്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ. ഈ സമയം ഞാൻ തോക്കില്ല, ഞാൻ പരാജയപ്പെടില്ല, എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറയില്ല. ഇതാ പത്രോസിന്റെ അധരത്തിൽ നിന്ന് വരുന്നേ. ഇതിനുശേഷം ഇതാ അവിടെ ഒരു കുരിശുമരം കാണുന്നുണ്ട്. ആ കുരിശുമരം കണ്ടു കഴിഞ്ഞപ്പോ പട്ടാളക്കാരോട് പത്രോസ് പറഞ്ഞു,
എൻ്റെ ഗുരു മരിച്ചതുപോലെ കുരിശിൽ കിടന്ന് മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. Can you do a favor for me? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ? എൻ്റെ ഗുരു മരിച്ചതുപോലെ എനിക്ക് കുരിശിൽ ഗുരു മരിച്ച പോലെ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെ തലകീഴാക്കി കുരിശിൽ തറയ്ക്കണമേ. പത്രോസ് ആ പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിശ്വസ്തയോടുകൂടെ മരിക്കുന്ന നമ്മൾ കാണുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിരിക്കുക. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ ദിവസവും വിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം ഞായറാഴ്ച ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാറില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ മനുഷ്യൻ ധ്യാനത്തിന് പോകുന്ന ഒരു വാർഷിക ധ്യാനം അദ്ദേഹം കുടുംബവുമായി പങ്കുചേരുന്ന ഈ മനുഷ്യൻ വലിയ സങ്കടത്തോടുകൂടെ എൻ്റെ അടുക്കൽ വന്നിരിക്കുക. അച്ഛാ, വർഷങ്ങളായി ഒരു 10 ലക്ഷം കടബാധയുണ്ട്. ആ കടബാധ ഞങ്ങളുടെ തീരുന്നില്ല. രണ്ടാമത്തെ സങ്കടം, 3 പെൺമക്കളാ അച്ഛാ. 3 പെൺമക്കളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. മാത്രമല്ല, കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി രോഗപീഠകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു നിവർത്തികേടിൻ്റെ സമയത്ത് എന്നോട് ഒരു കാര്യം വെളിപ്പെടുത്തി തരിക. അച്ഛാ, എനിക്ക് വർഷങ്ങളായി മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഈ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ മനുഷ്യൻ എന്നും ജപമാല ചൊല്ലുന്ന വ്യക്തി, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തി, വർഷങ്ങളായി ഈ വ്യക്തി എല്ലാ വാർഷിക ധ്യാനങ്ങളും പങ്കെടുക്കുന്ന വ്യക്തി. പക്ഷേ ഈ മനുഷ്യൻ പറയുക, മറ്റൊരു സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ട്. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനാ ജീവിതം കാണുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇദ്ദേഹം പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹം ഒഴുകുക? അവിശ്വസ്തയുടെ വേരുകളല്ലേ ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നേ. ഇതേപോലെ തന്നെ മറ്റൊരു കുടുംബത്തിന് സംഭവം ഞാൻ പറയാം. എൻ്റെ അടുക്കൽ ഇതേപോലെ തന്നെ ഒരു വ്യക്തി വന്നിരിക്കുക. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ അദ്ദേഹം പറയുന്നൊരു സങ്കടം എന്താണെന്നറിയോ? ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ വന്നതാ, എൻ്റെ 2 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു വച്ച. പക്ഷേ 2 പെൺമക്കളും ഡിവോഴ്സായി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. ഈ മനുഷ്യനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഈ മനുഷ്യൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹത്തിന് ഈ കൈക്കൂലി വാങ്ങലൊക്കെ അദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം അദ്ദേഹം നേടിയെടുത്തു. ഇതിനു ശേഷം ഈ പണം കൊണ്ട് ഈ പെൺമക്കളെ മുഴുവൻ കെട്ടിച്ചു വിട്ടത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തികളുടെ കണ്ണുനീര് വീണ ഈ പണം കൊണ്ട് ഈ പെൺമക്കളെ കെട്ടിച്ചു വിട്ടത്. പിന്നീട് എങ്ങനെയാ ആ പെൺകുട്ടികൾക്ക് ആ ഭവനത്തിൽ ചെന്ന സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും, അവിശ്വസ്തകൾ കാരണം കുടുംബത്തിന്റെ തായ്വേരുകൾ തകർന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുക. ഇതേപോലെ തന്നെ ഒരിക്കൽ ധ്യാനത്തിന് വന്നതാ. ഇവര് എറണാകുളം ഭാഗത്തുള്ളവരാ. അവരെ സംബന്ധിച്ചിടത്തോളം 3 പെൺമക്കളെ അവർക്കുള്ളത്. ഈ 3 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു. പക്ഷേ ഈ അപ്പനും അമ്മയും കണ്ണീരോടുകൂടെ വന്നിരിക്കുക. 3 പെൺമക്കൾക്ക് മക്കളില്ലാത്ത അവസ്ഥ. മൂത്ത കുഞ്ഞിന് മക്കളില്ല, രണ്ടാമത്തെ മകൾക്ക് മക്കളില്ല, മൂന്നാമത്തെ മകൾക്ക് മക്കളില്ല. വലിയ സങ്കടത്തോടു കൂടിയ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് അവർ വന്നത്. ആരും അവരോട് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷയെ പങ്കെടുക്ക്, നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ വചനകൂടാരത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് വചന സന്ദേശത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ ഈ അപ്പന് കൊടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബനാഥൻ ബാങ്ക് മാനേജർ ആയിരുന്നു. ഈ അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. ഇവർക്ക് 3 കുഞ്ഞുങ്ങൾക്ക് ശേഷം 4ാമതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും കൂടി പോയി ഈ കുഞ്ഞിനെ അബോർഷൻ നടത്തി. ഇതിനുശേഷം ഇവർക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ട്, ഞായറാഴ്ച വിശുദ്ധ കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്. ഈ മനുഷ്യൻ ചിന്തിച്ചു, എൻ്റെ ഭാര്യയിൽ അബോർഷൻ നടത്തിയിരിക്കുന്നത് അവൾ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാം.
ഇങ്ങനെ ഈ മനുഷ്യൻ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നാ വർഷങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാനത്തെ പങ്കെടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉൾക്കാഴ്ചകളെ ബോധ്യങ്ങൾക്ക് കൊടുക്കുക. ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ഉടനെ തന്നെ പോയി കുമ്പസാരിച്ചു. ഇതിനുശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം, ആ കുടുംബത്തിൽ സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയോ? 3 പെൺമക്കൾക്കും പിന്നീടുള്ള 4 മാസത്തിനുള്ളിൽ ഇത് പ്രഗ്നന്റ് ആണ്, ഗർഭിണികളാണ് എന്നുള്ള വാർത്തയാണ് ആ കുടുംബത്തിന് അറിയാൻ സാധിച്ചത്. ഇതിനുശേഷം ഈ 3 പെൺമക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജെറുസലേം വചനകൂടാരത്തിന്റെ അൾത്താരയിൽ ഈ അപ്പനും അമ്മയും 3 പെൺമക്കളും അവിടെ കുടുംബങ്ങളും ഈ കുഞ്ഞുങ്ങളുമായി വന്നിരിക്കുക. ഇതിനുശേഷം ഈ കുടുംബത്തിന്റെ കുടുംബനാഥൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു തെറ്റൊഴി പറ്റി, ഒരു പാപം ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം മക്കളെ നൽകുന്നതിന് തടസ്സമായി നിന്നിരുന്നത്. എന്നാൽ ഞാൻ കുമ്പസാരത്തിലൂടെ ആ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ജപമാലയുണ്ട്, ദീപികാട് സൗഖ്യാരാധനയെ പങ്കെടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ഇതുപോലെ തന്നെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വരുമ്പോൾ തടസ്സം? ഓർത്തു നോക്കിക്കോ, നീ പാപത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ, അവിശ്വസ്തതയുടെ വേരുകൾ നിന്റെ ജീവിതത്തിൽ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും ഒഴുകുന്നത് തടസ്സമായി നിൽക്കും. അതുകൊണ്ട് മക്കളെ, വിശ്വസ്തയോടുകൂടി ജീവിക്കണം. വന്നുപോയുള്ള പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കണം, കുമ്പസാരിക്കണം. അങ്ങനെ ഈ ഡാനിയൽ ഫാസ്റ്റിംഗ് വിശ്വസ്തയോടുകൂടി ജീവിച്ചു. 21-ാമത്തെ ദിവസം ഈ ഡാനിയേലിന് മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ദാനിയേലിനോട് പറഞ്ഞതുപോലെ, പ്രിയങ്കരനായ ദാനിയേൽ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവാസം പ്രഖ്യാപിക്കാൻ തുടങ്ങിയതിന്റെ ആദ്യ ദിനം തന്നെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ ദൈവത്തിന്റെ ദൂതന് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിച്ചില്ല. കാരണം പെർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക രൂപി ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുകയായിരുന്നു. എന്നാൽ മിഖായേൽ വന്ന് ഈ പെർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക രൂപിയെ തകർത്തത് കൊണ്ട് എനിക്ക് ഇന്ന് ഇവിടേക്ക് വരാൻ സാധിച്ചത്. ഡാനിയൽ ഫാസ്റ്റിംഗിന്റെ 21-ാമത്തെ ദിവസം നമ്മളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ പറയും, പ്രിയങ്കരനായ ദാനിയേൽ, പ്രിയങ്കരനായ നിങ്ങൾ ഓരോരുത്തരും പേര് വിളിച്ചുകൊണ്ട് ദൈവം പറയും. എന്തെന്ന് വിളിക്കുക? പ്രിയങ്കരനായ, നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് തന്നെ പ്രിയങ്കരാന്നൊക്കെ വിളിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ എന്താ? മക്കളെ, ഇതാ 21-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നേ. നമുക്ക് മുട്ടുകൾ കുത്താം മക്കളെ. നമ്മുടെ വിശ്വസ്തതയുടെ പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത, ഒരു കുടുംബത്തിന് അപ്പൻ, അമ്മ, മകൻ, മകൾ എന്നുള്ള നിലയിൽ എൻ്റെ കുടുംബത്തോടുള്ള വിശ്വസ്തത, എൻ്റെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത. 4-ാമതായി നമ്മളോട് പറയുക, എൻ്റെ ഉത്തരവാദിത്തങ്ങളോടുള്ള വിശ്വസ്തത. നമ്മളൊന്ന് ഓർക്കണം, ഞായറാഴ്ച വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു, അതിനുശേഷം കുടുംബത്തെ ചെന്ന് നീ മദ്യപിച്ച് ലക്ക് കെട്ടിയിരിക്കുമ്പോൾ നീ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് കാത്തു സൂക്ഷിക്കുന്നത്. നീ ഞായറാഴ്ച വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു, നാളുകളായി ആ വ്യക്തിയോട് ശത്രുതയാ, ആ വ്യക്തിയോട് രമ്യതപ്പെട്ടില്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയല്ലേ അവിടെ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നേ. നിന്റെ കുടുംബത്തിൽ നിന്റെ മാതാപിതാക്കൾ അവിടെ മുഖം ഒന്ന് ഓർത്തു നോക്കി. ഏതെങ്കിലും വിധത്തിൽ ഈ മാതാപിതാക്കളുടെ മനസ്സ് നീ കാരണം വേദനിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ള അവിശ്വസ്തതയല്ലേ നീ കാണിക്കുന്നേ. ഒരു സൈഡിൽ എന്നും ദീപികാണ് സൗഖ്യാരാധനയെ പങ്കെടുക്കുന്ന വ്യക്തിയാ, മറ്റേ സൈഡിൽ ആ ഇൻസ്ട്രുമെന്റ് തന്നെ, ആ ഗാഡ്ജറ്റ് തന്നെ നീ ഒന്നോർത്ത് നോക്കിയേ, മോശം ചാനലുകൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നീ കാണിക്കുന്ന അവിശ്വസ്തതയല്ലേ. കപടനാട്ടുകാരായ ഫരിസേയരെ, നീപഞ്ജരെ, നിങ്ങൾക്ക് ദുരിതം. വചനം പറയുക, നിങ്ങൾ വെള്ളയടിച്ച് കുടിമാടങ്ങളാ, പുറമേ ശുദ്ധമാ,
അകത്ത് ചീഞ്ഞ് നാറിയ നമ്മുടെ അവസ്ഥയാണോ? പുറമേ നല്ലവരാ, എന്നാൽ ഈശോയ്ക്ക് എന്നെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? നല്ലവനാ, നല്ലവളാ, വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയാ. ഇന്ന് പലരുടെയും തകർച്ചയ്ക്ക് കാരണം എന്താണെന്നറിയോ? പുറമേ നല്ലതുള്ളോ, വെള്ളയടിച്ച കുഴിപാടുകളാ. ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിയുമ്പോ ചീഞ്ഞു പുഴിയടിച്ചുകൊണ്ടിരിക്കുക അവിശ്വസ്തയുടെ വേരുകളാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു കർത്താവേ, ഈ ഡാനിയേൽ ഫാസ്റ്റിന്റെ 13ാമത്തെ ദിവസം കരയാനുള്ളൊരു വരം എനിക്ക് തരണമേ. എൻ്റെ പാപങ്ങളെ ഓർത്തൊന്ന് കരയാൻ കർത്താവേ. ഒരുപാട് അവിശ്വസ്തകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. 2 കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ മക്കളെ, കർത്താവിന്റെ കരുണ ഒഴുകട്ടെ മക്കളെ. എളിമയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ദാനിയേൽ എളിമയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഈ സമയം നിന്റെ മുമ്പിലേക്ക് 2 കരങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വിശ്വസ്തത, എന്റെ കുടുംബത്തോടുള്ള വിശ്വസ്തത, എന്റെ ജീവിത അന്തസ്സിനോടുള്ള വിശ്വസ്തത, എന്റെ ഉത്തരവാദിത്തങ്ങളോടുള്ള വിശ്വസ്തത, ഈ മേഖലകളിലെല്ലാം കർത്താവേ വിശ്വസ്തയോടുകൂടെ ജീവിക്കാനുള്ള കൃപ, സത്യസന്ധതയോടുകൂടെ ജീവിക്കാനുള്ള കൃപ തരണമേ. അവിശ്വസ്തയുടെ മുറിവുകളെ മുഴുവൻ ഉടക്കണമേ കർത്താവേ. കർത്താവേ, കാപണ്യത്തിന്റെ, എന്റെ ഹൃദയത്തിലെ കാപണ്യത്തിന്റെ അവസ്ഥകളെല്ലാം എടുത്തു മാറ്റണമേ. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.